ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ബ്ലൗസിൻ്റെ സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ 38 ഇഞ്ച് ചെസ്റ്റ് വരെ വരുന്ന ഒരു ബ്ലൗസിന് എങ്ങനെയാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത്, നമ്മുടെ ചെസ്റ്റ് അളവിൽ നിന്ന് എങ്ങനെയാണ് അതിൻ്റെ അളവ് കണക്കാക്കുന്നത് എന്നാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള തുണിയെ ഇതുപോലെ ഇങ്ങനെ നേരെ മടക്കിയെടുക്കുന്നു. ഇനി നമ്മൾ നേരെ താവിൽ ഒരു ലൈൻ കൊടുക്കുകയാണ്. കണ്ടോ, ഇത് നമ്മുടെ തുണിയുടെ ക്രോസ്, താവിലുള്ള ക്രോസൊക്കെ മാറ്റിയെടുക്കുവാൻ വേണ്ടി ഇതുപോലെ ലൈൻ കൊടുത്ത് ഇവിടെ നമ്മളിത് ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നമുക്ക് ലൈനിങ് ബ്ലൗസാണ് നമ്മൾ കട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ലൈനിങ്ങിൽ ഇതുപോലെ ഒരു 1/2 ഇഞ്ച് നമ്മളൊരു മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഒരു 1/2 ഇഞ്ച് നമ്മുടെ കൈയുടെ താവ് നമ്മുടെ ബ്ലൗസ് പീസുമായി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയുള്ള തുന്നത്തുണിയാണ് ഈ ഒരു 1/2 ഇഞ്ച്. നമ്മുടെ ലൈനിങ് ബ്ലൗസിലാണെങ്കിലാണ് ഇതുപോലെ വെക്കുന്നത്. ഇനി നമ്മൾ സാധാരണ ബ്ലൗസിൽ, നമ്മൾ നോർമൽ ബ്ലൗസിൽ നമ്മൾ കൈയുടെ താവ് ഹെമ്മിങ് ചെയ്യുന്ന രീതിയിൽ കട്ട് ചെയ്യുന്നതാണെങ്കിൽ നമുക്കിവിടെ ഒരു 1.25 1.5 ഇഞ്ചൊക്കെ നമുക്കിവിടെ കൊടുക്കാം. നമ്മളിവിടെ 1.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇത് നമുക്ക് മടക്കി ഹെമ്മിങ് ചെയ്യുവാനുള്ള ആ ഒരു ഭാഗത്തിന് വേണ്ടിയാണ് ഈ ഒരു അളവ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. നമ്മൾ ഇവിടെ നിന്ന് ഉണ്ടോ ഈ ഒരു ഭാഗം ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ മടക്കി ഹെമ്മിങ് ചെയ്യുകയാണ് നമ്മൾ ബ്ലൗസിൻ്റെ സ്ലീവിന് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മളവിടെ 1.5 ഇഞ്ച് കൊടുത്തത്. ഇനി നമ്മുടെ ബ്ലൗസിൻ്റെ ലെങ്ത്ത്, സ്ലീവ് ലെങ്ത്ത് നമുക്ക് 7.5 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു മാർക്കിൽ നിന്ന് നമ്മൾ 8 ഇഞ്ചിലാണ് ഒരു മാർക്കിംഗ് കൊടുക്കുന്നത്. 7.5 ഇഞ്ചിന് നമ്മളിവിടെ 1/2 ഇഞ്ച് കൂട്ടി. ഈ ഒരു 1/2 ഇഞ്ച് നമ്മുടെ ഷോൾഡർ ഭാഗത്ത് വരുന്ന തുന്നത്തുണിക്ക് വേണ്ടിയാണ് ഇവിടെ വരുന്ന 1/2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇതുപോലെ 2 മാർക്കുകളെ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരിക കേട്ടോ. ഇനി നമ്മൾ നമ്മുടെ സ്ലീവിൻ്റെ തോൾ വശത്ത് വരുന്ന ലൂസ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് നമ്മുടെ ചെസ്റ്റ് അളവിൽ നിന്നാണ്. നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ 38 ഇഞ്ച് ചെസ്റ്റ് വരെയാണ് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു ബ്ലൗസിൻ്റെ സ്ലീവ്, നമുക്ക് ഈ ഒരു ബ്ലൗസിൻ്റെ ചെസ്റ്റ് അളവ് നമുക്ക് വരുന്നത് 37 ഇഞ്ചാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ 3 ഇഞ്ച് കുറക്കുക. അപ്പോൾ നമുക്ക് 34 ഇഞ്ച് കിട്ടും. 37 നിന്ന് 3 ഇഞ്ച് കുറച്ചാൽ 34. 34ൻ്റെ 4/1 ഭാഗം 8.5 ഇഞ്ച്. അതിൻ്റെ കൂടെ ഒരു 1/4 ഇഞ്ച് കൂടി കൂട്ടി 8.75 നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തത്. നമ്മൾ ഈ ഒരു മെത്തേഡ്, അതായത് ചെസ്റ്റ് അളവിൽ നിന്ന് 3 ഇഞ്ച് കുറക്കുന്നത് നമ്മൾ 38 ഇഞ്ച് വരെ മാത്രമാണ്. നമ്മുടെ ചെസ്റ്റ് അളവ് 38 ഇഞ്ച് വരുന്നത് വരെ മാത്രമാണ് നമ്മൾ 3 ഇഞ്ച് കുറച്ചുകൊണ്ട് മാർക്ക് ചെയ്യുന്നത്. അതിൻ്റെ മുകളിലേക്ക് വരുന്നത് നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ പറഞ്ഞു തരാം. ഇനി നമ്മൾ ഇവിടെ കണ്ടോ, ഇവിടെ നമ്മൾ 3.5 ഇഞ്ച് നമ്മുടെ കൈയുടെ ഷേപ്പിന് വേണ്ടി കൊടുക്കുന്നു. നമ്മളെല്ലാ ബ്ലൗസിനും 3.5 ഇഞ്ച് തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത്. 3.5 ഇഞ്ച് ഇവിടെ നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു മാർക്കിൽ ടച്ച് ചെയ്തുകൊണ്ട് കണ്ടോ, നമ്മുടെ ആ ഒരു 3.5 ഇഞ്ച് കൈയുടെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി ഈ ഒരു കോർണറിൽ നിന്ന് വരഞ്ഞിട്ടുള്ള ആ ഒരു മാർക്കിൽ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരിക. ഇനി നമ്മൾ ഇവിടെ നിന്ന് കണ്ടോ, ഇത് നമുക്കൊരു 2 ഇഞ്ചിലാണ് നമ്മളിവിടെ ഈ ഒരു ഷേപ്പ് ചെയ്യാൻ തുടങ്ങുന്നത്. കണ്ടോ, 2 ഇഞ്ചിൽ നമ്മൾ ഷേപ്പ് ചെയ്ത് തുടങ്ങും. ഇനി നമ്മുടെ കൈയുടെ താവിലുള്ള ലൂസ് 12 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ നേർപകുതി 6 ഇഞ്ചിൽ ഒരു മാർക്ക് ചെയ്യുന്നു. ഒരു 1.25 ഇഞ്ച് എക്സ്ട്രാ തുന്നത്തുണിയും മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ഇവിടെ ഈ ഒരു തോൾ വശത്ത് വരുന്ന ഈ ഒരു മാർക്കിൽ നിന്ന് നമ്മൾ ഇതുപോലെ മുകളിലേക്ക് ടേപ്പിൽ പിടിച്ചുകൊണ്ട് ഇവിടെ നമ്മളൊരു 1.25 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുന്നു കണ്ടോ. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇത് കണ്ടോ അല്പം ഷേപ്പ് ചെയ്തുകൊണ്ടാണ് ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഉള്ളിലേക്ക് അല്പം ഷേപ്പ് ചെയ്തുകൊണ്ട്, നേരെ വരിയുന്നില്ല, ചെറിയൊരു ഷേപ്പ് കൊടുത്തിട്ടാണ് വരുന്നത്. രണ്ടാമത്തെ ഈ ഒരു ഭാഗം കണ്ടോ, നമ്മൾ ഇതുപോലെ പുറത്തേക്ക് മാർക്ക് ചെയ്യുന്നു ഷേപ്പ് ചെയ്ത്. ഇനി നമ്മൾ ഈ ഒരു അളവ് കണ്ടോ, ഇവിടെ ഈ ഒരു ലൂസ് വരുന്നത് ഇത് നമ്മുടെ ചെസ്റ്റ് അളവിൽ നിന്നാണ് നമ്മൾ കണ്ടെത്തിയത്. നമ്മുടെ മറ്റ് ബ്ലൗസ് കട്ടിങ്ങിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇതെങ്ങനെയാണ് ഈ ഒരു റഗാളിൻ്റെ കട്ടിങ്ങിൽ, ഈ ഒരു സ്ലീവിൻ്റെ കട്ടിങ് ഷേപ്പും കറക്റ്റ് കിട്ടുന്നത് എങ്ങനെയാണെന്ന് നമ്മുടെ മറ്റ് ബ്ലൗസ് കട്ടിങ്ങിൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും കണ്ടോ. നിങ്ങൾ ആ ഒരു വീഡിയോകളൊന്ന് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 38 ഇഞ്ച് ചെസ്റ്റ് വരെ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ കട്ട് ചെയ്തെടുത്താൽ നിങ്ങൾക്ക് ഇതുപോലെ സ്ലീവ് റഗാൾ ഭാഗം, നമ്മുടെ കൈയുടെ തോൾ ഭാഗം കറക്റ്റായിട്ട് കിട്ടും. ഇനി നമ്മൾ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു, അതുപോലെ തന്നെ ഇവിടെയും ഒരു മാർക്കിങ്, അതുപോലെ നമ്മുടെ ഇവിടെ സെൻറ്റർ ഭാഗത്ത് ഇവിടെയും നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു.
ഇനി നമ്മൾ നമ്മുടെ സ്ലീവിൻ്റെ ഈ ഒരു ഭാഗം കണ്ടു നമ്മൾ ഇതുപോലെ പുറത്തേക്ക് ഷേപ്പ് ചെയ്തിട്ടാണ് കട്ട് ചെയ്തത്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ മടക്കി ഹെമ്മിങ് ചെയ്യുവാൻ വേണ്ടി കണ്ടോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് മടക്കി ഹെമ്മിങ് ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് കറക്റ്റ് കിട്ടുവാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. അല്ലാതെ നമ്മൾ ഇതുപോലെ നേരെയാണ് കട്ട് ചെയ്തതെങ്കിൽ ഇവിടെ കണ്ടോ മടക്കി ഹെമ്മിങ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് പീസ് ഉണ്ടാവില്ല, അപ്പോൾ അത് വൃത്തി ഉണ്ടാകില്ല. സ്റ്റിച്ച് ചെയ്താൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. നമുക്ക് എപ്പോഴും ഇതിങ്ങനെ മടക്കിയാലും നമുക്കിവിടെ കറക്റ്റായിട്ട് തന്നെ ഇതുപോലെ കിട്ടണം. അതിന് വേണ്ടിയാണ് നമ്മൾ അതുപോലെ ആ ഒരു ഭാഗം ആ ഒരു 1.5 ഇഞ്ച് വെച്ചിട്ടുള്ള ഭാഗം നമ്മൾ പുറത്തേക്ക് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തത്. ഇനി നമ്മൾ സ്ലീവിനെ ഇതുപോലെ വെക്കുന്നു. എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഈ ഒരു മാർക്കിൻ്റെ ഭാഗത്ത് കണ്ടോ ഇവിടെ നിന്നൊരു 1.25 ഇഞ്ച്, അതുപോലെ തന്നെ ഇവിടെ നിന്നും ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് കണ്ടോ ഇവിടെ നിന്ന് ഈ ഒരു മാർക്കിൽ നിന്ന് ഇതുപോലെ ഷേപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ കൈയുടെ ഫ്രണ്ട് ഭാഗം കണ്ടോ നമ്മൾ ഈ ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്ക് വരെ കണ്ടോ ഇവിടെ വരെ നമ്മൾ ഇതുപോലെ ഷേപ്പ് ചെയ്തുകൊണ്ട് കണ്ടോ ഇതുപോലെ ഷേപ്പ് ചെയ്തുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. കണ്ടോ നമ്മൾ ആ ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്ക് വരെ മാത്രമാണ് നമ്മളത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മുടെ ബാക്ക് ഭാഗം കണ്ടോ സ്ലീവിൻ്റെ ബാക്ക് പീസാണ്. ഇവിടെ നമ്മൾ ഇതുപോലെ കൈയുടെ ഷേപ്പ് കിട്ടുവാൻ വേണ്ടി മാത്രം അല്പം ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ചെസ്റ്റ് അളവ് 38 ഇഞ്ച് വരെ വരുന്ന ബ്ലൗസിന് മാത്രമേ ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ പാടുള്ളൂ. ഇതിന് ശേഷം 38 ഇഞ്ചിന് ശേഷം മുകളിലേക്ക് വരുന്ന ചെസ്റ്റ് അളവിന് എങ്ങനെയാണ് സ്ലീവ് കട്ട് ചെയ്യുന്നതെന്ന് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.